നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കവിത വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പെയിന്റിംഗ് കണ്ടിട്ട് കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടോ? മിക്കവാറും ഉണ്ടാവും അല്ലേ? പക്ഷേ ആ ഇഷ്ടത്തിനപ്പുറം എന്തെങ്കിലുമുണ്ടോ? അതിനെങ്ങനെയാണ് നമ്മൾ ശരിക്കും ആഴത്തിൽ മനസ്സിലാക്കുക? ഇന്ന് നമ്മൾ അതൊന്ന് നോക്കാൻ പോവാണ്. ഇതിന് നമ്മളെ സഹായിക്കാൻ ഒരു കവിതയും ഒരു പെയിന്റിങ്ങും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ തുടങ്ങിയാലോ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം, എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നതിനപ്പുറം ഒരു കലാസൃഷ്ടിയെ ശരിക്കും ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു കവിതയെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താർത്ഥം? ഇതൊരു നല്ല ചോദ്യമാണ്, അല്ലേ? നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് അയാളെ ഇഷ്ടം എന്ന് ചിന്തിക്കാറില്ലേ? അതുപോലെ തന്നെയാണ് കവിതയുടെ കാര്യവും. വെറുതെ എനിക്കിതിഷ്ടായി എന്ന് പറയുന്നതിൽ കാര്യമില്ല. എന്തുകൊണ്ട്? ആ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോഴാണ് നമ്മൾ ശരിക്കും അതിനെ ആസ്വദിക്കാൻ തുടങ്ങുന്നത്. അതെ, അതാണ് കാര്യം. എന്തുകൊണ്ട് എന്നതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആസ്വാദനം എന്ന് പറയുന്നത് വെറുമൊരു ഇഷ്ടം പ്രകടിപ്പിക്കലല്ല, അതൊരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയ. കാര്യങ്ങളെ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള ഒരു കഴിവ്. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ആഴത്തിൽ കാണാനും കേൾക്കാനുമുള്ള ഒരു കഴിവ്. അപ്പോൾ ഈ യാത്രയിൽ നമുക്ക് രണ്ട് വഴികാട്ടികളുണ്ട്. ആരൊക്കെയാണെന്നല്ലേ? ഒരു ആട്ടിടയനും പിന്നെ ഒരു സ്ത്രീയും. ഒറ്റനോട്ടത്തിൽ ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇവരെങ്ങനെയാണ് നമ്മളെ സഹായിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വഴിയേ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ ആട്ടിടയനും കവിയും. നമുക്ക് നമ്മുടെ ആദ്യത്തെ കേസ് ഫയൽ തുറന്നു നോക്കാം. ഇദ്ദേഹത്തെ പരിചയപ്പെടൂ. ഗോഡോ പഹാൻ ഇന്ത്യയിലെ റാഞ്ചിക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു ആട്ടിടയനാണ്. പക്ഷേ ഇദ്ദേഹം വെറുമൊരു ആട്ടിടയൻ മാത്രമല്ല. ഈ ചിത്രം നോക്കുമ്പോൾ ചരിത്രത്തിലുടനീളം നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ ഓർമ്മ വരും. കാരണം ഇദ്ദേഹം ഒരു പ്രതീകമാണ്, ഒരു ആർക്കിടൈപ്പ്. ഈ ആട്ടിടയൻ കവി എന്ന ആശയം പുതിയതൊന്നുമല്ല. നോക്കൂ, AD 670 ആദ്യത്തെ ഇംഗ്ലീഷ് കവിയായി അറിയപ്പെടുന്ന കാഡ്മൻ ശരിക്കും വിദ്യാഭ്യാസമൊന്നുമില്ലാത്തൊരു സാധാരണ കന്നുകാലി മേയ്ക്കുന്നയാളായിരുന്നു. പിന്നെ വില്യം ലാംഗ്ലൻഡ് പിയേഴ്സ് ദി പ്ലോമാൻ എന്ന കർഷകനെ സൃഷ്ടിച്ചു. റോബർട്ട് ബേൺസിനെ ആളുകൾ സ്വർഗ്ഗത്തിൽ നിന്ന് പഠിച്ച കർഷകനെന്നാണ് വിളിച്ചിരുന്നത്. വേർഡ്സ്വർത്തിന്റെ കവിതകളിലാണെങ്കിൽ ആട്ടിടയന്മാരും സാധാരണ തൊഴിലാളികളുമായിരുന്നു ഹീറോസ്. അപ്പോൾ ഗോഡോ പഹാൻ എന്ന ആട്ടിടയന്റെ ചിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ വലിയൊരു കാവ്യ പാരമ്പര്യത്തെയാണ്. റോബർട്ട് ബേൺസ് എഴുതിയത് നോക്കൂ. ആ കാണുന്ന തളർന്ന ശീതകാല സൂര്യൻ 80 തവണ മടങ്ങിവരുന്നത് ഞാൻ കണ്ടു. ഓരോ തവണയും അത് തെളിവുകൾ നൽകി. മനുഷ്യൻ ദുഃഖിക്കാൻ വേണ്ടിയാണ് ജനിച്ചതെന്ന്. ശരിക്കും ഉള്ളിൽ തട്ടുന്ന വരികളല്ലേ? ഇത് വെറുമൊരു ആട്ടിടയന്റെ ജീവിതത്തെക്കുറിച്ചല്ല, മറിച്ച് മനുഷ്യന്റെ വേദനയെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, പ്രകൃതിയുടെ നിയമത്താൽ ഞാൻ ആ പ്രഭുവിന്റെ അടിമയായി രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണെങ്കിൽ എന്തിനാണ് ഒരു സ്വതന്ത്രമായ ആഗ്രഹം എന്റെ മനസ്സിൽ നട്ടത്? എന്തൊരു ചോദ്യമാണിത്! ഇത് കാണിക്കുന്നത് സാധാരണ മനുഷ്യന്റെ ഉള്ളിലെ അന്തസ്സും അനീതിയെ ചോദ്യം ചെയ്യാനുള്ള ആ അടങ്ങാത്ത ആഗ്രഹവുമാണ്. വേർഡ്സ്വർത്തും കണ്ടത് ഇതുതന്നെയാണ്. മൈക്കൽ എന്ന ആട്ടിടയൻ, സൈമൺ ലീ എന്ന പഴയ വേട്ടക്കാരൻ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ അദ്ദേഹം അഗാധമായ മനുഷ്യത്വം കണ്ടെത്തി. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കഥകൾ മാത്രം നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലത്ത് സാധാരണക്കാരുടെ ജീവിതം ആഘോഷിക്കുന്നത് ശരിക്കും ഒരു വിപ്ലവം തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ആട്ടിടയന്റെ കഥ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് രണ്ടാമത്തെ സെഷനിലേക്ക് പോകാം. ആ സ്ത്രീയും ലോകവും. നമ്മളിപ്പോൾ ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് നേരെ പോകുന്നത് കൊട്ടാരങ്ങളിലെ ആർട്ടിന്റെ ലോകത്തേക്കാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വഴികാട്ടി. ഒരു തന്ത്രിവാദ്യം വായിക്കുന്ന ഒരു സ്ത്രീ. 16-ാം നൂറ്റാണ്ടിലെ ഒരു മനോഹരമായ മുഗൾ പെയിന്റിംഗാണിത്. പക്ഷേ ഇതിന്റെ ഭംഗിക്കപ്പുറം ഈ ഒരൊറ്റ ചിത്രത്തിൽ പല ലോകങ്ങൾ, പല സംസ്കാരങ്ങൾ ഒത്തുചേരുന്നുണ്ട്. ഇത് ശരിക്കും ഒരു സാംസ്കാരിക സംഗമമാണ്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കത് കാണാം. ഇതിന്റെ ബേസ് പേർഷ്യൻ സ്റ്റൈലാണ്. അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഹുമായൂൺ ചക്രവർത്തിയാണ്. എന്നാൽ അവർ നിൽക്കുന്ന ആ ഒരു ഭീകരമുഖം കണ്ടോ? അത് ഗുജറാത്ത് ശൈലിയുടെ സ്വാധീനമാണ്. ഇനി അവരുടെ നിൽക്കുന്ന രീതിയും വസ്ത്രത്തിലെ മടക്കുകളും ശ്രദ്ധിച്ചാൽ യൂറോപ്യൻ സ്വാധീനം കാണാം. പോരാത്തതിന് ഒരു രൂപത്തിന് മുകളിൽ നിൽക്കുന്നത് അത് നമ്മുടെ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിലെ ശിവരൂപങ്ങളിലൊക്കെ കാണുന്നൊരു രീതിയാണ്. അപ്പോൾ കണ്ടില്ലേ, പേർഷ്യ, ഇന്ത്യ, യൂറോപ്പ് എല്ലാം ഒരൊറ്റ ഫ്രെയിമിൽ. ഇനി ഇതിലെ യൂറോപ്യൻ സ്വാധീനം എവിടെ നിന്ന് വന്നു എന്നല്ലേ? അതിനുത്തരം ആൽബ്രഷ് ഡ്യൂറർ എന്ന ജർമ്മൻ ചിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ കൊത്തുപണികൾ അന്ന് കച്ചവടക്കാരും മിഷണറിമാരുമൊക്കെയായി മുഗൾ കൊട്ടാരത്തിലെത്തി. അത് അവിടുത്തെ കലാകാരന്മാരെ വല്ലാതെ സ്വാധീനിച്ചു. അപ്പോൾ ഇത് വെറുമൊരു കച്ചവടം മാത്രമല്ല, ആശയങ്ങളുടെയും കലയുടെയും ഒരു കൈമാറ്റം കൂടിയായിരുന്നു. അതിന് ചരിത്രപരമായ തെളിവുകളുമുണ്ട്. മുഗൾ ദർബാറിലുണ്ടായിരുന്ന സർ തോമസ് റോ എന്ന ഇംഗ്ലീഷ് അംബാസഡർ എഴുതിയതാണിത്. ഇറ്റലിയിൽ നിന്ന് കരമാർഗം വരുന്ന ആ വിലപിടിപ്പുള്ള ചിത്രങ്ങളെപ്പോലെ. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? യൂറോപ്യൻ ആർട്ടിനന്ന് ഇന്ത്യയിൽ വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നുവെന്ന് തന്നെ. അപ്പോൾ നമ്മൾ രണ്ട് ചിത്രങ്ങൾ കണ്ടു. ഒന്ന് ഒരു പാവം ആട്ടിടയൻ, മറ്റൊന്ന് കൊട്ടാരത്തിലൊരു സ്ത്രീ.
ഇനി ഇവ തമ്മിൽ എന്താണ് ഗന്ധം? അതാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. വ്യാഖ്യാനത്തിന്റെ കല. ഈ ചിത്രങ്ങളെ നമ്മളിപ്പോൾ ചെയ്തതുപോലെ ആഴത്തിൽ വായിക്കുന്നത്, അതായത് ഡീപ്പ് റീഡിംഗ്, ഇതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ഇതെല്ലാ കാലത്തും എല്ലാ സംസ്കാരങ്ങളിലും മനുഷ്യർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഇതൊരു യൂണിവേഴ്സൽ സ്കില്ലാണ്. നമ്മുടെ സ്വന്തം കാളിദാസന്റെ ശാകുന്തളത്തിൽ തന്നെ ഇതിന് നല്ലൊരു ഉദാഹരണമുണ്ട്. അതിലൊരു സുഹൃത്ത് ഒരു പെയിന്റിംഗ് നോക്കിയിട്ട് അതിലെ ചെറിയ ഡീറ്റെയിൽസ്, അതായത് ക്ഷീണിച്ചുള്ള ആ ഒരു ചാരുനിൽപ്പ്, ചുമന്ന മുഖം, ഇതൊക്കെ വെച്ച് അതിലെ പ്രധാന കഥാപാത്രത്തെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ ഡീപ്പ് റീഡിംഗ് ഇവിടെ ചെയ്തിരുന്നു. വ്യാഖ്യാനത്തെക്കുറിച്ച് 2 പ്രധാന കാഴ്ചപ്പാടുകളുണ്ട്. എച്ച് ഗോംബ്രിച്ച് എന്ന പാശ്ചാത്യ ചരിത്രകാരൻ പറയുന്നത് കലാകാരൻ എന്താണ് ഉദ്ദേശിച്ചത്, അതിന്റെ യഥാർത്ഥ സന്ദർഭം എന്താണ് എന്ന് കണ്ടെത്തലാണ് നമ്മുടെ ലക്ഷ്യം എന്നാണ്. എന്നാൽ നമ്മുടെ പുരാതന ഇന്ത്യൻ ഋഷിമാർ പറഞ്ഞത് കുറച്ചുകൂടി രസകരമായൊരു കാര്യമാണ്. അവർ പറഞ്ഞത് കലയെ സൃഷ്ടിക്കുന്ന കലാകാരന്റെ കഴിവ് പോലെ തന്നെ പ്രധാനമാണ് അത് ആസ്വദിക്കുന്ന പ്രേക്ഷകന്റെ കഴിവും. രണ്ടും ചേരുമ്പോഴേ കല പൂർണ്ണമാവുന്നുള്ളൂ. ഓക്കെ, ഇതൊക്കെ കൊള്ളാം. പക്ഷെ ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് പ്രയോജനം, അല്ലേ? ഇതിനെങ്ങനെ ഒരു ജീവിതത്തിനുള്ള ഉപകരണമാകാൻ കഴിയും? അതാണ് നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്നത്. വേർഡ്സ്വർത്തിന്റെ തന്നെ അതിമനോഹരമായ ഈ വരികൾ ശ്രദ്ധിക്കൂ. വസന്തകാലത്തെ ഒരു കാട്ടിൽ നിന്നുള്ള ഒരൊറ്റ പ്രചോദനം ഒരുപക്ഷെ മനുഷ്യനെക്കുറിച്ചും നന്മതിന്മകളെക്കുറിച്ചും എല്ലാ ഋഷിമാർക്കും പഠിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ പഠിപ്പിച്ചേക്കാം. നമ്മൾ നേരത്തെ ആ ചിത്രങ്ങളെ സൂക്ഷ്മമായി നോക്കിയതുപോലെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ, പ്രകൃതിയെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചാൽ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് തന്നെയാണ് ഇതും പറയുന്നത്. അപ്പോ കാര്യങ്ങളുടെ കിടപ്പ് ഇതാണ്. ഈ ചിത്രങ്ങളിലും കവിതകളിലുമൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ബന്ധങ്ങൾ കണ്ടെത്താൻ പഠിക്കുന്നത് അതൊരിക്കലും വെറുമൊരു അക്കാഡമിക് എക്സസൈസ് അല്ല. അതിനപ്പുറം അത് നാഗരിക ജീവിതത്തിനുള്ളൊരു ഉപകരണമാണ്. അതായത് ഈയൊരു കഴിവ് നമ്മളെ ലോകത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളും ബന്ധങ്ങളും കണ്ടെത്താൻ നമ്മളെ പഠിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിന്തയെയും കാഴ്ചപ്പാടിനെയും അത് കൂടുതൽ സമ്പന്നമാക്കുന്നു. അപ്പോ ഞാൻ ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരികയാണ്. അടുത്തതായി നിങ്ങൾ എന്ത് ഒളിഞ്ഞിരിക്കുന്ന ബന്ധങ്ങളായിരിക്കും കണ്ടെത്തുക? ഇനി ഒരു കവിത വായിക്കുമ്പോഴോ, ഒരു ചിത്രം കാണുമ്പോഴോ, അല്ലെങ്കിൽ വെറുതെ പുറത്തേക്ക് നോക്കുമ്പോഴോ ഈ കണ്ണുകളോടെ ഒന്ന് നോക്കിക്കാണാൻ ശ്രമിക്കൂ. തീർച്ചയായും നിങ്ങൾ പുതിയ എന്തെങ്കിലും കണ്ടെത്തും. നന്ദി. എല്ലാവർക്കും നമസ്കാരം. കവിത ചിലർക്കതൊരു പേടി സ്വപ്നമാണല്ലേ? വാക്കുകളിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം, പക്ഷെ എന്താ സംഭവമെന്ന് പിടികിട്ടില്ല. അപ്പോ ഇന്ന് നമ്മൾ ആ ഒരു പ്രശ്നം തീർക്കാൻ പോവുകയാണ്. കവിതയുടെ ഉള്ളറകളിലേക്കൊന്നിറങ്ങിച്ചെന്ന് അതിന്റെ രഹസ്യങ്ങളൊക്കെ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ഒരു കവിത വായിച്ചിട്ട് ഇത് കൊള്ളാലോ, പക്ഷെ കവി എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉറപ്പായും ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടാവും, എന്തോ ഒന്നും മിസ്സാവുന്നതുപോലെ, അല്ലേ? പക്ഷേ ആ കവിതയുടെ അർത്ഥം തുറക്കാനുള്ള താക്കോലുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലോ? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഏത് കവിതയും ധൈര്യമായി വായിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു 3 മാന്ത്രിക താക്കോലുകൾ. റെഡിയല്ലേ? ശരി, അപ്പൊ തുടങ്ങാം. ഓക്കെ, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഒരു കവിത എന്ന് പറയുന്നത് കുറേ വാക്കുകൾ പേപ്പറിൽ എഴുതി വെച്ചത് മാത്രമല്ല. അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ട് ആൾക്കാർ ചിന്തിച്ചിരുന്ന എന്താണെന്നറിയോ? ഒരു കവിത അതൊരു പാറയിൽ കൊത്തിവെച്ച ശില്പം പോലെയാണെന്ന്. അതിനു ചുറ്റുമുള്ള ലോകവുമായി ഒരു ബന്ധവുമില്ല, അതങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നാണ്. പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇന്നത്തെ കാഴ്ചപ്പാടില് ഒരു കവിത അത് എഴുതിയ കാലഘട്ടത്തിന്റെ, അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ, സമൂഹത്തിന്റെയൊക്കെ ഒരു ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാല് ആ ചുറ്റുപാടുകളാണ് കവിതയ്ക്ക് അതിന്റെ രൂപം പോലും കൊടുക്കുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ താക്കോൽ. കവിതയെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കവിയെ മനസ്സിലാക്കണം. കവി ജീവിച്ച കാലഘട്ടത്തെയും ചുറ്റുപാടുകളെയും അറിയണം. ഇതിനെപ്പറ്റി ടി.എസ്. എലിയറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കവി എഴുതുമ്പോൾ അവരുടെ മനസ്സിൽ സ്വന്തം തലമുറ മാത്രമല്ല ഉള്ളത്. പണ്ട് ഹോമറിന്റെ കാലം മുതലുള്ള യൂറോപ്പിലെ മുഴുവൻ സാഹിത്യവും അവരുടെ ഉള്ളിലുണ്ട്. ആ ഒരു ചരിത്രബോധമാണ് അവരെ കൊണ്ട് എഴുതിക്കുന്നത്. അപ്പോ ചരിത്രം അവരുടെ കൂടെ തന്നെയുണ്ട്. അതായത് സംഭവം സിമ്പിളാണ്. യേറ്റ്സിന്റെ കവിത വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഐറിഷ് ബന്ധമറിയാതെ നമുക്കത് മുഴുവനായിട്ടും മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ ഇലിയറ്റിന്റെ രാഷ്ട്രീയ നിലപാടുകൾ, ഷെല്ലിയുടെ നിരീശ്വരവാദം, അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ നടന്ന പേഴ്സണൽ കാര്യങ്ങൾ, ഇതെല്ലാം അവരുടെ കവിതകളിലേക്കുള്ള വഴികളാണ്. ഇത് എത്രത്തോളം വ്യക്തിപരമാണെന്ന് നോക്കൂ. ഷാക് ദരീദയെപ്പോലെ വലിയൊരു ഫിലോസഫർ പോലും പറഞ്ഞിട്ടുണ്ട്, തന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, എന്തിനേറെ നടക്കാതെ പോയ കാര്യങ്ങൾ പോലും 1-2 ഓർമ്മകളായി കുറിച്ചുവെക്കാൻ വല്ലാത്തൊരാഗ്രഹമുണ്ടായിരുന്നുവെന്ന്. നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴിയാണ് എഴുത്ത്. അതത്രേ ഉള്ളൂ. ടി.എസ്. എലിയറ്റിന്റെ ഒരു വാചകം പലരും തെറ്റിദ്ധരിക്കാറുണ്ട്.
കവിത വ്യക്തിത്വത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം കവിക്ക് വ്യക്തിത്വം വേണ്ട എന്നല്ല. നേരെ മറിച്ച് വികാരങ്ങളിൽ നിന്നും വ്യക്തിത്വത്തിൽ നിന്നും ഒളിച്ചോടണമെങ്കിൽ ആദ്യം അതൊക്കെ വേണല്ലോ, അല്ലേ? അപ്പോൾ എപ്പോഴും തുടക്കം വ്യക്തിത്വത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ താക്കോല് കിട്ടി. ഇനി രണ്ടാമത്തേതിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ഫോക്കസ് കവിയിൽ നിന്ന് മാറ്റുകയാണ് നിങ്ങളിലേക്ക്, അതായത് നമ്മൾ ഓരോ വായനക്കാരിലേക്കും. റൊളാൻഡ് ബാർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ടത്തെ സാഹിത്യ വിമർശകരൊന്നും വായനക്കാരനെ മൈൻഡ് ചെയ്തിട്ടേയില്ല. അവർക്ക് എഴുത്തുകാരൻ മാത്രമായിരുന്നു ഹീറോ. സാഹിത്യത്തിലെ ഒരേയൊരാള് എഴുത്തുകാരനാണെന്നായിരുന്നു അവരുടെയൊക്കെ ഒരു വിചാരം. അപ്പോ ബാർത്ത് ഒരു അടിപൊളി ആശയം മുന്നോട്ട് വെച്ചു. എഴുത്തുകാരൻ ഉണ്ടാക്കുന്നത് ഒരു ടെക്സ്റ്റാണ്, അതായത് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ച കുറേ വാക്കുകൾ. അതൊരു പാചകത്തിനുള്ള സാധനങ്ങൾ പോലെയാണ്. പക്ഷേ വായനക്കാരനാണ് ആ സാധനങ്ങളൊക്കെ എടുത്ത് അതിനെ വ്യാഖ്യാനിച്ച് വിശകലനം ചെയ്ത് ഒരു കംപ്ലീറ്റ് വർക്കാക്കി മാറ്റുന്നത്. അതായത് വായനക്കാരനാണ് ആ വിഭവം ഉണ്ടാക്കുന്നത്. ഇതൊരു കിഡിലൻ ഐഡിയല്ലേ? നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു കവിത പൂർണ്ണമാകുന്നത്. അപ്പോ വായന എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് കേൾക്കുന്നൊരു പരിപാടിയല്ല, നമ്മൾ അതിൽ സജീവമായി പങ്കെടുക്കുകയാണ്. ശരി, അപ്പോ 2 താക്കോലുകൾ നമ്മുടെ കയ്യിലായി. ഇനി മൂന്നാമത്തത്, അവസാനത്തത്. ഇത് കവിതയുടെ ടെക്നിക്കൽ സൈഡിനെക്കുറിച്ചാണ്. പക്ഷെ പേടിക്കേണ്ട, ഇത് ഡ്രൈ ആയ ഗ്രാമർ ക്ലാസ്സൊന്നുമല്ല. പകരം വാക്കുകൾക്ക് പിന്നിലെ സംഗീതം എങ്ങനെ കേൾക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. യേറ്റ്സിന്റെ ഈ വരി നോക്കൂ. ഒരു തൂക്കുകെട്ട വെച്ച് അളന്നുണ്ടാക്കിയ ഒരു ശില്പത്തിന് എങ്ങനെയാണ് ഇത്രയും ജീവനുള്ളതായി തോന്നുന്നത് എന്നാണ് അദ്ദേഹം അത്ഭുതപ്പെടുന്നത്. കവിതയും അതുപോലെയാണ്. കാണുമ്പോൾ വളരെ സിമ്പിളായി തോന്നുമെങ്കിലും അതിന്റെ പിന്നിൽ കൃത്യമായ കണക്കുകൂട്ടലുകളും ഒരു ഘടനയുമുണ്ട്. ആ ഘടനയാണ് കവിതയുടെ വ്യാകരണം. ആദ്യം വരുന്നത് പ്രോസഡി, അതായത് കവിത കേൾക്കാനുള്ള മൊത്തത്തിലുള്ളൊരു ഭംഗി, അതിന്റെ സൗണ്ട്. അതിനുള്ളിലാണ് മീറ്റർ അഥവാ താളം വരുന്നത്. പിന്നെ റൈം, അതായത് വാക്കുകൾ തമ്മിലുള്ള പ്രാസം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് കവിതയ്ക്ക് അതിൻ്റെതായ ഒരു സംഗീതം കിട്ടുന്നത്. ഒരു കൽപ്പണിക്കാരൻ ചുമര് കെട്ടാൻ തൂക്കുകെട്ട് ഉപയോഗിക്കില്ലേ? അതുപോലെയാണ് കവി മീറ്ററും റൈമുമൊക്കെ ഉപയോഗിക്കുന്നത്. അതൊക്കെ ടെക്നിക്കൽ ടൂൾസാണ്. പക്ഷെ അവസാനം കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? അതൊരു ചുമരല്ല, പകരം ജീവനും ശ്വാസവുമുള്ള നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന ഒരു കലയാണ്. അപ്പോൾ ഈ 3 താക്കോലുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇതുവെച്ച് ഒരു കവിതയെ എങ്ങനെ സമീപിക്കാം? സംശയിക്കേണ്ട, നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു മികച്ച വായനക്കാരനാകാനുള്ള വഴിയിലാണ്. അതെ, ഏതൊരു കവിതയെയും ആസ്വദിക്കാനും അതിന്റെ ആഴങ്ങളിലേക്ക് പോകാനും നിങ്ങൾക്കിപ്പോൾ സാധിക്കും. അതിനുള്ള ആത്മവിശ്വാസവും അറിവും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ ടൂൾ കിറ്റ് ഒന്നുകൂടി ഓർത്തെടുക്കാം. താക്കോൽ 1, കവിയെയും അവരുടെ കാലത്തെയും കുറിച്ച് പഠിക്കുക. താക്കോൽ 2, ഓർക്കുക, അർത്ഥമുണ്ടാക്കുന്നതിൽ വായനക്കാരനായ നിങ്ങൾക്കും ഒരു പങ്കുണ്ട്. താക്കോൽ 3, കവിതയുടെ സംഗീതത്തിനു വേണ്ടി കാതോർക്കുക. അതിന്റെ താളം, പ്രാസം, അതിനാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഈ പുതിയ കാഴ്ചപ്പാടുകളോടെ കവിതയുടെ ലോകം മുഴുവൻ നിങ്ങൾക്കായി തുറന്നു കിടക്കുകയാണ്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്: ഏത് കവിതയാണ് നിങ്ങൾ ഈ പുതിയ കണ്ണുകളോടെ ഇനി വായിക്കാൻ പോകുന്നത്? ഒരു കാലഘട്ടം അവസാനിക്കുന്നു, പുതിയൊന്ന് തുടങ്ങുന്നു. ആ ഒരു പ്രക്ഷുബ്ധമായ സമയത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊരു ലോകത്താണ് 14-ാം നൂറ്റാണ്ടിൽ ജെഫ്രി ചോസർ ജീവിച്ചിരുന്നത്. അപ്പോ സാഹിത്യത്തിലെ തന്നെ ഏറ്റവും വലിയ നിരീക്ഷകരിൽ ഒരാളായി അദ്ദേഹം മാറിയതെങ്ങനെയാണ്? അതും ഇത്രയും അസ്വസ്ഥമായൊരു കാലഘട്ടത്തിൽ നിന്ന്. നമുക്കതൊന്ന് നോക്കാം. അപ്പോ ഒരു ലോകം തന്നെ തകർന്നടിയുമ്പോൾ എന്താവും സംഭവിക്കുക? ഇതായിരുന്നു 14-ാം നൂറ്റാണ്ടിലെ ആളുകൾ എല്ലാ ദിവസവും നേരിട്ടുകൊണ്ടിരുന്ന ഒരു ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. പഴയതൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ പുതിയതൊന്നും പൂർണ്ണമായി വന്നിട്ടുമില്ല. അങ്ങനെയൊരവസ്ഥ. പക്ഷേ ജെഫ്രി ചോസറിനെ പോലുള്ള ഒരു കലാകാരനെ ഇതൊരു അവസാനമായിരുന്നില്ല കേട്ടോ. സത്യത്തിൽ എക്കാലത്തെയും മഹത്തായ കഥകൾക്ക് വേണ്ട ചേരുവകൾ അദ്ദേഹം കണ്ടെത്തിയത് ഈ തകർച്ചയിൽ നിന്നായിരുന്നു. അതായത് ആ കാലഘട്ടത്തിന്റെ തകർച്ച, അതായിരുന്നു അദ്ദേഹത്തിന്റെ കലയുടെ യഥാർത്ഥ തുടക്കം. അപ്പം ചോസറിന്റെ കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ 2 ലോകങ്ങൾ തമ്മിലുള്ള ഒരു പോർക്കളം തന്നെയായിരുന്നു. ഒരു സൈഡിൽ ആ പഴയ ഫ്യൂഡൽ വ്യവസ്ഥിതി, മറുവശത്ത് പണവും കച്ചവടവുമൊക്കെ നയിക്കുന്ന പുതിയൊരു ലോകം ഉദിച്ചുവരുന്നു. ഈ 2 ശക്തികളും തമ്മിലുള്ള ഒരു വലിയ സംഘർഷം, അതായിരുന്നു ആ നൂറ്റാണ്ട്. അപ്പോ ഇതാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അധികാരം പതിയെ ഭൂമിയിൽ നിന്ന് പണത്തിലേക്ക് മാറുകയായിരുന്നു. അതായത് പണ്ട് ജനനം കൊണ്ട് കിട്ടിയിരുന്ന സ്ഥാനമാനങ്ങൾക്ക് പകരം ഇപ്പോൾ പണവും കച്ചവടത്തിലെ കഴിവുമൊക്കെയാണ് ഒരാളുടെ സ്ഥാനം തീരുമാനിക്കാൻ തുടങ്ങിയത്. ഈ ഒരൊറ്റ മാറ്റമാണ് മറ്റെല്ലാത്തിനും വഴിവെച്ചത്. പക്ഷേ
ഈ മാറ്റം അങ്ങനെയങ്ങ് പതിയെ സംഭവിച്ച ഒന്നായിരുന്നില്ല. ആ പഴയ സിസ്റ്റത്തിനെ മൊത്തത്തിൽ പിടിച്ചുലച്ച 3 വലിയ ആഘാതങ്ങൾ ആ നൂറ്റാണ്ടിലുണ്ടായി. അവ വെറുതെ മാറ്റത്തിന് വേഗത കൂട്ടുകയല്ല ചെയ്തത്, മറിച്ച് ആ പഴയ ലോകത്തെ തകർത്തെറിയുകയായിരുന്നു. ഏതൊക്കെയാണെന്നല്ലേ? 1. നൂറ്റാണ്ട് നീണ്ടുനിന്ന യുദ്ധം. 2. യൂറോപ്പിനെ ഏതാണ്ട് തുടച്ചു നീക്കിയ കറുത്ത മരണം എന്ന മഹാമാരി. പിന്നെ അതുവരെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്തത്ര വലിയ ഒരു കർഷക കലാപം. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്ന ഈ ദുരന്തങ്ങൾ ഇംഗ്ലണ്ടിന്റെ സാമൂഹിക വ്യവസ്ഥയെ അടിമുടി മാറ്റിമറിച്ചു കളഞ്ഞു. ഇപ്പോ ക്രിസിയുടെ യുദ്ധമെടുക്കാം. അതൊരു വെറും സൈനിക വിജയം മാത്രമായിരുന്നില്ല. ഒന്നോർത്തു നോക്കൂ, കുതിരപ്പുറത്ത് പടച്ചട്ടയും ഇട്ടുവരുന്ന പ്രഭുക്കന്മാർ. അവരെ സാധാരണക്കാരായ അമ്പെയ്ത്തുകാർക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന് ആ യുദ്ധം തെളിയിച്ചു. അതുകൊണ്ടുതന്നെ അതൊരു സാമൂഹിക വിപ്ലവം കൂടിയായിരുന്നു. അതിന്റെ തൊട്ടുപിന്നാലെയാണ് ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ കറുത്ത മരണം വരുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, രാജ്യത്തെ ജനസംഖ്യയുടെ 1/3 പേരും മരിച്ചുപോയി. സ്വാഭാവികമായും ജോലി ചെയ്യാൻ ആളില്ലാതായി. ഇതോടെ എന്തുപറ്റി? അതിജീവിച്ച സാധാരണ തൊഴിലാളികൾക്ക് അതുവരെയില്ലാത്തൊരു വിലപേശൽ ശേഷി കിട്ടി, ഒരു പുതിയ അധികാരം തന്നെ കിട്ടി എന്ന് പറയാം. തൊഴിലാളി വർഗത്തിന് കിട്ടിയ ഈ പുതിയ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു ആ കർഷക കലാപം. ആദ്യമായി സാധാരണക്കാർ തങ്ങളുടെ അവകാശങ്ങൾക്കുവേണ്ടി ലണ്ടൻ നഗരത്തിലേക്ക് മാർച്ച് നടത്തി. നിലവിലുള്ള വ്യവസ്ഥയെ തന്നെ അവർ ചോദ്യം ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ 3 വലിയ ആഘാതങ്ങളും ചേർന്ന് പഴയ ഫ്യൂഡൽ സിസ്റ്റത്തിനെ ആകെ തകർത്തു. അങ്ങനെ വന്ന ആ ഒരു അധികാര ഗ്യാപ്പിലേക്ക് പുതിയ ക്ലാസുകളും പുതിയ ശക്തികളും കടന്നുവരാൻ തുടങ്ങി. ഇത് ഏറ്റവും കൂടുതൽ കണ്ടത് നഗരങ്ങളിലായിരുന്നു. അതായത് സമ്പദ്വ്യവസ്ഥ പതുക്കെ കൃഷിയിൽ നിന്ന് കച്ചവടത്തിലേക്ക് മാറാൻ തുടങ്ങി. കമ്പിളി വ്യാപാരം പോലുള്ളവ വലിയ ലാഭമായി. അതോടെ ആളുകൾ ജോലി തേടി ലണ്ടൻ പോലുള്ള വലിയ നഗരങ്ങളിലേക്ക് കൂട്ടത്തോടെ വന്നു. ഈ നഗരങ്ങൾ പുതിയൊരു വാണിജ്യലോകത്തിന്റെ ഹൃദയമായി മാറി. അവിടെ വ്യാപാരികളും കരകൗശല വിദഗ്ധരുമൊക്കെ പുതിയ അധികാരശക്തികളായി വളർന്നു. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിന്റെ ഘടന തന്നെ മാറുകയായിരുന്നു. പഴയ നിയമങ്ങളൊന്നും ഇനി വിലപ്പോവില്ല. പുതിയൊരു സമൂഹം പതിയെ രൂപം കൊള്ളുന്നു. അങ്ങനെയൊരു ട്രാൻസിഷൻ പീരീഡ്. അപ്പോ ഇങ്ങനൊരു ലോകം കൺമുന്നിൽ വെച്ച് മാറുമ്പോൾ സാധാരണ ആളുകൾ എങ്ങനെ ആയിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക? രസകരമായ കാര്യമെന്തെന്നാൽ പലരും പഴയ ആദർശങ്ങളിൽ കൂടുതൽ ശക്തിയായി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ യാഥാർത്ഥ്യം നേരെ തിരിച്ചായിരുന്നു. ഈയൊരു വൈരുദ്ധ്യം, ഒരു കോൺട്രാഡിക്ഷൻ, അതാണ് ആ കാലഘട്ടത്തിന്റെ ഒരു പ്രധാന സ്വഭാവം. ഒരു ഉദാഹരണം പറയാം. നൈറ്റ്സ്, അതായത് യോദ്ധാക്കളെക്കുറിച്ചുള്ള സങ്കല്പം. കഥകളിലും പാട്ടുകളിലുമൊക്കെ അവർ ഭയങ്കര ധീരരും മാന്യരുമൊക്കെയാണ്. പക്ഷേ റിയൽ ലൈഫിലോ യുദ്ധമെന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കാനും പണത്തിനുവേണ്ടി തടവുകാരെ പിടിക്കാനുമൊക്കെയുള്ളൊരു മാർഗമായിരുന്നു പലർക്കും. അപ്പോൾ ആദർശവും യാഥാർത്ഥ്യവും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ടായിരുന്നു. ചുറ്റുമുള്ള ലോകം ഇങ്ങനെ താറുമാറായി കിടക്കുമ്പോഴും പ്രപഞ്ചത്തിന് കൃത്യമായൊരു ഓർഡറുണ്ടെന്ന് അവർ വിശ്വസിച്ചു. അതായത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം, എല്ലാം അതിനു ചുറ്റും കറങ്ങുന്നു, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ദൈവമാണ് എന്നൊക്കെ. ഇങ്ങനെ ചിട്ടയുള്ളൊരു പ്രപഞ്ചസങ്കല്പം ഈ ഒരു അസ്ഥിരമായ ലോകത്ത് അവർക്ക് ഒരുതരം സമാധാനം നൽകിയിരുന്നു. ഈ പ്രപഞ്ചത്തിലെ ക്രമം അവരുടെ ശരീരത്തിനകത്തുമുണ്ടെന്നായിരുന്നു വിശ്വാസം. 4 ഹ്യൂമറുകൾ, അതായത് രക്തം, കഫം, പിത്തം തുടങ്ങിയ 4 ദ്രാവകങ്ങൾ, ഇവയുടെ ബാലൻസാണ് ഒരാളുടെ ആരോഗ്യവും സ്വഭാവവും എന്തിന് രൂപം പോലും തീരുമാനിക്കുന്നത് എന്നായിരുന്നു അവർ കരുതിയിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളും മാറ്റങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞൊരു ലോകത്തെ അതേപടി ഒപ്പിയെടുക്കാൻ ഒരു പുതിയ തരം കഥാകാരനെ ആ കാലഘട്ടത്തിന് ആവശ്യമായിരുന്നു. ആ റോൾ ഏറ്റെടുക്കാനായി വന്നയാളാണ് ജെഫ്രി ചോസർ. ചോസർ ചെയ്ത ആദ്യത്തെ വിപ്ലവകരമായ കാര്യമെന്താണെന്നറിയുമോ? അദ്ദേഹത്തിന്റെ ഭാഷാ തിരഞ്ഞെടുപ്പായിരുന്നു അത്. അക്കാലത്ത് പണ്ഡിതന്മാർ ലാറ്റിനിലും പ്രഭുക്കന്മാർ ഫ്രഞ്ചിലുമായിരുന്നു എഴുതിയിരുന്നത്. എന്നാൽ ചോസർ അതൊക്കെ വിട്ട് സാധാരണക്കാരുടെയും പുതിയ വ്യാപാരി വർഗത്തിന്റെയും ഭാഷയായ ഇംഗ്ലീഷിൽ എഴുതാൻ തീരുമാനിച്ചു. അതൊരു വലിയ മാറ്റമായിരുന്നു. ഇംഗ്ലീഷിന് അതോടെ ഒരു പുതിയ സാഹിത്യ പദവി തന്നെ കിട്ടി. ഇതാണ് ചോസറിന്റെ കാഴ്ചപ്പാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹം രാജാക്കന്മാരുടെയോ രാജ്ഞിമാരുടെയോ കഥയല്ല പറഞ്ഞത്, മറിച്ച് സമൂഹത്തിന്റെ പുതിയ പവർ സെന്ററായി മാറിക്കൊണ്ടിരുന്ന സാധാരണക്കാരിലും മധ്യവർഗത്തിലുമായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ. അവരുടെ കണ്ണുകളിലൂടെയാണ് അദ്ദേഹം തന്റെ കാലഘട്ടത്തെ കണ്ടതും നമുക്ക് കാണിച്ചു തന്നതും. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കാൻറ്റർബറി ടെയിൽസ് എടുത്താൽ മതി. അതിലെ കഥാപാത്രങ്ങൾ, ആ തീർത്ഥാടകർ, അവർ ശരിക്കും ആ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ഒരു ക്രോസ് സെക്ഷനാണ്. പഴയകാലത്തിന്റെ പ്രതീകമായ യോദ്ധാവ്, പുതിയ പണത്തിന്റെ പ്രതിനിധിയായ വ്യാപാരി, പള്ളിയിലെ ആളുകൾ, സാധാരണ തൊഴിലാളികൾ, ഇവരെല്ലാമുണ്ട് ആ യാത്രയിൽ തോളോടുതോൾ ചേർന്ന്. അപ്പോൾ നമ്മളെ അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് ഇതെത്തിക്കുന്നു. കാൻറ്റർബറി ടെയിൽസ് പോലുള്ളൊരു പുസ്തകം മറ്റേതെങ്കിലും ഒരു നൂറ്റാണ്ടിൽ എഴുതാൻ സാധിക്കുമായിരുന്നോ? ഒരുപക്ഷെ ഇല്ലായിരിക്കാം. കാരണം ഏറ്റവും മഹത്തായ ചില കലാസൃഷ്ടികൾ ഉണ്ടാകുന്നത് ഒരു പ്രതിഭയുടെ തലയിൽ നിന്ന് മാത്രമല്ല.
ഒരു ലോകം മുഴുവൻ തകരുകയും അതിൽ നിന്ന് പുതിയൊന്ന് രൂപപ്പെടുകയും ചെയ്യുന്ന അത്തരം നിർണായകമായ നിമിഷങ്ങളിൽ നിന്നുകൂടിയാണ്. ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാഹിത്യത്തിലെ ഒരു വലിയ പേരിനെ, ജെഫ്രി ചോസർ എന്ന ഇതിഹാസത്തെ ഒന്ന് പൊടിതട്ടിയെടുക്കാൻ പോവാണ്. ചിലപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ചു മറന്നൊരാളായിരിക്കും അല്ലേ? എന്നാൽ നമുക്ക് അദ്ദേഹത്തെ പുതിയൊരു കണ്ണിലൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. തുടങ്ങാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു നൈറ്റ്, അതായത് ഒരു യോദ്ധാവ്, പിന്നെ ഒരു മില്ലുടമ, കൂട്ടത്തിലൊരു വക്കീലും, ഇവർ 3 പേർക്കും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം കാണുമോ? എന്തായിരിക്കും അത്? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. കിട്ടിയ ഉത്തരം? ശരി, ഞാൻ പറയാം. ഇവര് 3 പേരും ഇംഗ്ലീഷ് സാഹിത്യത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു യാത്രയിലെ സഹയാത്രികരാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു റോഡ് ട്രിപ്പിലെ കൂട്ടുകാർ. അതെ, നമ്മൾ സംസാരിക്കുന്നത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല, ജെഫ്രി ചോസറിന്റെ ഏറ്റവും മികച്ച സൃഷ്ടിയായ ദി കാന്റർബറി ടെയിൽസിനെക്കുറിച്ചാണ്. പലതരത്തിലുള്ള ഒരുപാട് മനുഷ്യർ ഒരുമിച്ച് ഒരു തീർത്ഥാടനത്തിന് പോകുന്നതിന്റെ കഥയാണിത്. ശരിക്കും കഥകളുടെ ഒരു യാത്ര. അപ്പോ എന്താണ് ഈ കാന്റർബറി ടെയിൽസ്? സംഗതിയുടെ ആശയം വളരെ സിംപിളും ബ്രില്യന്റുമാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഒരു നീണ്ട യാത്ര. ബോറടിക്കാതിരിക്കാൻ എല്ലാവരും ഓരോ കഥ പറയുന്നു. ഏറ്റവും നല്ല കഥ പറയുന്നയാൾക്ക് സമ്മാനവുമുണ്ട്. ഇതിൽ പങ്കെടുക്കുന്നതോ സമൂഹത്തിലെ പല നിലയിലുള്ള തമ്മിലൊരു പരിചയവുമില്ലാത്ത കുറേ ആളുകളും. ഈ ഒരൊറ്റ ഐഡിയ വെച്ചാണ് ചോസർ അക്കാലത്തെ ഒരു മുഴുവൻ സമൂഹത്തെയും അവരുടെ കഥകളെയും ഒരുമിച്ച് ഒരൊറ്റ പുസ്തകത്തിൽ കൊണ്ടുവന്നത്. അപ്പോ നമ്മുടെ എല്ലാം മനസ്സിലൊരു ചോദ്യം വരും അല്ലേ? ഇത്രയും ജീവസുറ്റ പലതരം മനുഷ്യരുള്ള ഒരു ലോകം മുഴുവൻ തന്റെ ഭാവനയിൽ കണ്ട മനുഷ്യൻ, ആ പ്രതിഭ ആരായിരുന്നു? അവിടെയാണ് നമ്മൾ ജെഫ്രി ചോസർ എന്ന മനുഷ്യനിലേക്ക് എത്തുന്നത്. വെറുതെ പുസ്തകങ്ങൾക്കിടയിൽ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു പണ്ഡിതനായിരുന്നു ചോസർ എന്ന് നിങ്ങൾ വിചാരിച്ചോ? എങ്കിൽ കേട്ടോളൂ, നിങ്ങൾക്ക് മുഴുവനായും തെറ്റി. ഈ മനുഷ്യന്റെ ജീവിതമൊന്ന് നോക്കിക്കേ. അദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല. രാജകുടുംബത്തിലെ സേവകനായി, പിന്നെ പട്ടാളക്കാരനായി യുദ്ധത്തിന് പോയി, അവിടെ തടവുകാരനായി പിടിക്കപ്പെട്ടു. പിന്നീട് യൂറോപ്പ് മുഴുവൻ സഞ്ചരിക്കുന്നൊരു ഡിപ്ലോമാറ്റായി, ലണ്ടനിലെ തിരക്കേറിയ തുറമുഖത്തിന്റെ കൺട്രോളറായി, രാജകൊട്ടാരങ്ങളുടെ നിർമ്മാണ മേൽനോട്ടക്കാരനായി. ശരിക്കും പറഞ്ഞാല് അദ്ദേഹം ലോകത്തെക്കുറിച്ച് പുസ്തകങ്ങളിൽ വായിച്ചറിയുകയായിരുന്നില്ല, മറിച്ച് ജീവിച്ചറിയുകയായിരുന്നു. അപ്പോ കാര്യങ്ങൾ വ്യക്തമാണല്ലോ അല്ലേ? ചോസർ പുസ്തകങ്ങളിൽ മാത്രം ജീവിച്ചൊരു സ്വപ്നജീവിയായിരുന്നില്ല. അദ്ദേഹം സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച, ലോകം കണ്ടൊരു മനുഷ്യനായിരുന്നു. ആ അനുഭവ സമ്പത്താണ് അദ്ദേഹത്തിന്റെ എഴുത്തിന് അത്രയേറെ ആഴവും ജീവനും കൊടുത്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഇന്നും നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരാള് എങ്ങനെയാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ തലതൊട്ടപ്പനായി മാറിയത്? വെറുതെ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല അത്. അദ്ദേഹത്തിന്റെ കാവ്യജീവിതം തന്നെ ഒരു യാത്രയായിരുന്നു. തന്റെ അനുഭവങ്ങളും വായനയും എല്ലാം ചേർത്തുവെച്ച് അദ്ദേഹം പടിപടിയായി സ്വന്തമായൊരു ശൈലി രൂപപ്പെടുത്തിയെടുത്തു. അദ്ദേഹത്തിന്റെ ഈ സാഹിത്യയാത്രയെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ 3ആയിട്ട് തിരിക്കാം. ആദ്യം ഫ്രഞ്ച് സ്വാധീനമുള്ള കാലഘട്ടം, പിന്നെ ഇറ്റാലിയൻ, ഒടുവിൽ ഇതെല്ലാം ചേർത്ത് അദ്ദേഹം സ്വന്തം വഴി കണ്ടെത്തിയ ഇംഗ്ലീഷ് കാലഘട്ടം. ആദ്യകാലങ്ങളിൽ, അതായത് ഫ്രഞ്ച് കാലഘട്ടത്തിൽ, ചോസർ അവിടത്തെ കവിതകളിൽ നിന്നും ഒരുപാട് പ്രചോദനം ഉൾക്കൊണ്ടു. ആ കാലത്തെ ഒരു ഹിറ്റ് തീമായിരുന്നു കോട്ട്ലി ലവ്. അതായത് ഒരു ധീരനായ യോദ്ധാവ് കുലീനയായ ഒരു സ്ത്രീയെ ആരാധിക്കുകയും അവർക്കുവേണ്ടി എന്തും ചെയ്യുകയും ചെയ്യുന്ന വളരെ ഫോമലായ ഒരു പ്രണയസങ്കല്പം. അദ്ദേഹത്തിന്റെ ദ ബുക്ക് ഓഫ് ദി ഡച്ചസ് പോലുള്ള ആദ്യകാല കൃതികളിൽ ഈ സ്വാധീനം നന്നായി കാണാം. പക്ഷേ കഥ മാറുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റായി ഇറ്റലിയിലേക്കൊരു യാത്ര പോയപ്പോഴാണ്. അതൊരു വമ്പൻ ഗെയിം ചേഞ്ചറായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം ഡാന്റേ, ബൊക്കാച്ചിയോ തുടങ്ങിയ ഇറ്റാലിയൻ എഴുത്തുകാരെ വായിക്കുന്നത്. സാധാരണ മനുഷ്യരുടെ കഥകൾ, അവരുടെ സന്തോഷവും ദുഃഖവും തമാശയുമൊക്കെ ഇത്ര മനോഹരമായി എഴുതാൻ പറ്റുമെന്ന് കണ്ടപ്പോൾ ചോസറിനൊരു പുതിയ ലോകം തുറന്നു കിട്ടിയ പോലെയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഓരോ കൃതിയും അടുത്തതിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു, ഒരു തരം പരിശീലനം. ദ പാർലമെന്റ് ഓഫ് ഫൗൾസ് എന്ന കവിത എത്തുമ്പോഴേക്കും അദ്ദേഹം പ്രണയവും സാമൂഹിക വിമർശനവും ഒക്കെ കൂട്ടിക്കലർത്താൻ തുടങ്ങിയിരുന്നു. അവിടെയാണ് നമ്മൾ കാന്റർബറി ടെയിൽസിന്റെ ആദ്യത്തെ മിന്നലാട്ടം കാണുന്നത്. അങ്ങനെ ഈ യാത്രകളുടെയും അനുഭവങ്ങളുടെയും വായനയുടെയുമെല്ലാം ഒടുവിൽ അതെല്ലാം കൂടിച്ചേർന്ന് ആ ഒരൊറ്റ മാസ്റ്റർപീസ് പിറവിയെടുത്തു, ദി കാന്റർബറി ടെയിൽസ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഒരു വിപ്ലവമായി കണക്കാക്കപ്പെടുന്നത്? കാരണം അതിൽ പല പുതിയ കാര്യങ്ങളുണ്ടായിരുന്നു.
ഒരൊറ്റ ഫ്രെയിം സ്റ്റോറിക്കുള്ളിൽ കുലീനന്മാർ തൊട്ട് സാധാരണക്കാർ വരെ, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ തൊട്ട് പാവപ്പെട്ട കർഷകർ വരെ എല്ലാവരും ഉണ്ടായിരുന്നു. അതൊരു മിക്സ് ടേപ്പ് പോലെയായിരുന്നു. പ്രണയകഥകൾ, നാടൻ തമാശക്കഥകൾ, സാരോപദേശ കഥകൾ എല്ലാം ഒന്നിനൊന്നു മെച്ചം. ഒരു ഉദാഹരണം പറയാം. കഥ തുടങ്ങുന്നതെങ്ങനെയാണെന്ന് നോക്കൂ. കുലീനനായ യോദ്ധാവ് എഴുന്നേറ്റ് നിന്ന് വളരെ മാന്യമായ, കുലീനമായ ഒരു പ്രണയകഥ പറയുന്നു. 2 കൂട്ടുകാർക്ക് ഒരേ പെൺകുട്ടിയോട് പ്രണയം തോന്നുന്ന ഒരു ക്ലാസിക് റൊമാൻസ്. നമ്മൾ ആ ഒരു റൊമാൻറ്റിക് മോഡിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത ആള് വരുന്നത്. മദ്യപിച്ച് ബോധമില്ലാത്ത മില്ലുടമ. അയാൾ ഇടിച്ചുകയറി വന്നിട്ട് ആ അന്തരീക്ഷമൊക്കെ തകർത്ത് ഒരു മരപ്പണിക്കാരന്റെ അശ്ലീല ചുവയുള്ള ഒരു നാടൻ കോമഡി കഥ പറയുന്നു. ഈ ഒരു കോൺട്രാസ്റ്റില്ലേ, ഉയർന്നതും താഴ്ന്നതും വിശുദ്ധവും സാധാരണവും തമ്മിലുള്ള ഈ ഒരു മാറ്റം, അതാണ് ഈ കൃതിയുടെ ജീവൻ. അത് ജീവിതം പോലെ തന്നെയാണ്. ഓക്കേ, അപ്പോ 600-ലധികം വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും നമ്മൾ എന്തിനാണിപ്പോഴും ചോസറിനെക്കുറിച്ച് സംസാരിക്കുന്നത്? എന്താണ് അദ്ദേഹത്തെ ഇത്ര പ്രസക്തനാക്കുന്നത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹത്തെ ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം, അദ്ദേഹം സാധാരണക്കാരുടെ ഭാഷയിൽ എഴുതാൻ ധൈര്യം കാണിച്ചു എന്നതാണ്. അക്കാലത്ത് വലിയ എഴുത്തുകാരൊക്കെ ലാറ്റിനിലും ഫ്രഞ്ചിലുമായിരുന്നു എഴുതിയിരുന്നത്. എന്നാൽ ചോസർ പറഞ്ഞു, ഇല്ല, എന്റെ നാട്ടിലെ ആളുകളുടെ ഭാഷയായ ഇംഗ്ലീഷിലും മഹത്തായ സാഹിത്യം സൃഷ്ടിക്കാൻ കഴിയും എന്ന്. അതൊരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു. പക്ഷേ ഭാഷയുടെ കാര്യം മാത്രമല്ല, അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീനിയസ് എന്താണെന്നറിയാമോ? അത് മനുഷ്യരെ നിരീക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവായിരുന്നു. അവരുടെ സംസാരം, പെരുമാറ്റം, അവരുടെ ചെറിയ കള്ളത്തരങ്ങൾ, അവരുടെ നന്മകൾ, ഇതെല്ലാം അദ്ദേഹം ഒപ്പിയെടുത്തു. അതുകൊണ്ടാണ് 600 വർഷം മുൻപുള്ള ആ കഥാപാത്രങ്ങളെ വായിക്കുമ്പോൾ ഇന്നും നമ്മുടെ അയൽക്കാരെ പോലെ നമുക്ക് തോന്നുന്നത്. അദ്ദേഹം ആളുകളെ കളിയാക്കുമായിരുന്നെങ്കിലും അതൊരിക്കലും ക്രൂരമായിരുന്നില്ല. അദ്ദേഹം ഒരു സെറ്റൈറിസ്റ്റ് എന്നതിലുപരി ഒരു ഐറണിസ്റ്റ് ആയിരുന്നു. അതായത് മനുഷ്യന്റെ കുറവുകൾ കണ്ട് ദേഷ്യപ്പെടുന്നതിനു പകരം ഒരു കള്ളച്ചിരിയോടെ, ഒരു തരം സ്നേഹത്തോടെ അതിനെ നോക്കിക്കാണുന്നൊരാള്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, ചോസറിന്റെ കൃതികൾ ശരിക്കും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് നേരെ പിടിച്ച ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് അക്കാലത്തെ എല്ലാ തരം മനുഷ്യരെയും കാണാം. അവരുടെ നന്മയും തിന്മയും, അവരുടെ പ്രതീക്ഷകളും പേടികളും എല്ലാം വളരെ സത്യസന്ധമായി നമുക്ക് കാണാം. അപ്പോ നമുക്കീയൊരു ചോദ്യത്തിൽ അവസാനിപ്പിക്കാം. ചോസറിന്റെ തീർത്ഥാടകർ ഒരു യാത്രയിൽ സമയം കഴിയാനും പരസ്പരം അറിയാനും കഥകൾ പറഞ്ഞു. ആലോചിച്ചു നോക്കൂ, ഇന്ന് നമ്മളാണ് ആ കാൻറ്റർബറിയിലേക്കുള്ള യാത്രക്കാരെങ്കിൽ നമ്മുടെ ഈ 21ാം നൂറ്റാണ്ടിനെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തെക്കുറിച്ച് നമ്മൾ എന്ത് കഥകളായിരിക്കും പറയുക? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരൊറ്റ കഥ. ആ ഒരൊറ്റ കഥ കൊണ്ട് ഒരു കാലഘട്ടത്തെ മുഴുവൻ, അവിടുത്തെ മനുഷ്യരെ മുഴുവൻ എങ്ങനെയാണ് നമുക്ക് മുന്നിൽ വരച്ചിടാൻ പറ്റുക? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും ഇന്ന് നമ്മൾ അങ്ങനൊരു അത്ഭുതം കാണാൻ പോകുകയാണ്, ജെഫ്രി ചോസർ എന്ന എഴുത്തുകാരന്റെ ദി കാൻറ്റർബറി ടെയിൽസിലൂടെ. അതെ, ഈ ഒരു ചോദ്യം തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്നറിയുമോ? ഏകദേശം 600 വർഷം മുൻപ്, പ്രിന്റിംഗ് പ്രസ്സൊക്കെ വരുന്നതിനും എത്രയോ കാലം മുൻപ്, ജെഫ്രി ചോസർ എന്നൊരാൾ ഒരു പേനയും കുറച്ച് മഷിയും വെച്ച് ഇത് സാധിച്ചെടുത്തു. ശരിക്കും അത്ഭുതം തന്നെയല്ലേ? അപ്പോൾ അതെങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കിയാലോ? അപ്പൊ ശരി, നമുക്ക് നേരെ ആ കഥയുടെ ലോകത്തേക്കൊന്ന് പോയി നോക്കാം. ഇതൊരു സാധാരണ യാത്രയല്ല കേട്ടോ, ഇതൊരു തീർത്ഥാടനമാണ്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ, 14ാം നൂറ്റാണ്ടാണ്. രാജാവും കർഷകനും, എന്തില് കള്ളനും പുണ്യാളനുമെല്ലാം ഒരേ വഴിയിലൂടെ ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുന്നൊരു കാഴ്ച. അതുതന്നെയായിരുന്നു ഈ തീർത്ഥാടനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഈ വസന്തകാലത്ത് തന്നെ യാത്ര ചെയ്യുന്നത്? നോക്കൂ, കഠിനമായ ഒരു ശൈത്യകാലം കഴിഞ്ഞുവരുന്ന ആ ഒരു സമയം, അത് അക്കാലത്തെ ആളുകൾക്ക് വെറുമൊരു കാലാവസ്ഥ മാറ്റമായിരുന്നില്ല, മറിച്ച് അതൊരു പുതിയ തുടക്കമായിരുന്നു. പ്രകൃതി വീണ്ടും ഉണർന്നെഴുന്നേൽക്കുന്നത് കാണുമ്പോൾ മനുഷ്യരുടെ ഉള്ളിലും ഒരു ആത്മീയ ഉണർവുണ്ടാകും. ഒരു യാത്ര പോകാൻ തോന്നും. അതാണ് സംഭവം. അങ്ങനെയാണ് നമ്മുടെ കഥയുടെ പശ്ചാത്തലം ഒരുങ്ങുന്നത്. ഒരു സത്രത്തിൽ പല നാടുകളിൽ നിന്നും വന്ന് തമ്മിൽ ഒരു പരിചയവുമില്ലാത്ത കുറേ പേര് കണ്ടുമുട്ടുകയാണ്. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നുതന്നെ. പക്ഷേ ഇതൊരു വെറും യാദൃച്ഛികമായ കൂടിക്കാഴ്ചയല്ല. ഇതാണ് ചോസറിന്റെ മാസ്റ്റർ പ്ലാൻ. കാരണം ഈ ചെറിയൊരു സംഘം അതന്നത്തെ ഇംഗ്ലീഷ് സമൂഹത്തിന്റെ ഒരു മിനിയേച്ചർ പതിപ്പായിരുന്നു. ഒരു സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ ചോസർ വളരെ ക്ലെവറായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ആദ്യം തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് ആ സമൂഹത്തിലെ ഏറ്റവും നല്ല മാതൃകയാക്കാവുന്ന ചിലരെയാണ്. അതായത്
ഇതാണ് ശരി, ഇതാണ് മാതൃക എന്ന് ആദ്യം തന്നെ അങ്ങോട്ട് സ്ഥാപിക്കുകയാണ്. ദാ ഇതാണ് നൈറ്റ്, ഒരു യോദ്ധാവ്. പക്ഷേ എങ്ങനെയുള്ള യോദ്ധാവ്? സ്വന്തം പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല, മറിച്ച് തന്റെ വിശ്വാസങ്ങൾക്കും നീതിക്കും വേണ്ടി മാത്രം പോരാടുന്നൊരാൾ. അദ്ദേഹത്തിന്റെ വസ്ത്രം നോക്കൂ, മണ്ണും ചെളിയും പുരണ്ടിരിക്കുകയാണ്. അതൊരു കുറവല്ല, മറിച്ച് അദ്ദേഹം നേടിയ യുദ്ധവിജയങ്ങളുടെ ബഹുമതിയാണ്. അടുത്ത മാതൃകാ പുരുഷൻ പാഴ്സനാണ്. ഇദ്ദേഹം ഒരു പുരോഹിതനാണ്, പക്ഷെ നമ്മൾ സാധാരണ കേൾക്കുന്ന പോലെയല്ല. പണത്തിനോ അധികാരത്തിനോ വേണ്ടി ഒന്നിനും പോകാതെ താൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു പാവം മനുഷ്യൻ. ശരിക്കും ഒരു മനുഷ്യസ്നേഹി. അപ്പോ നന്മയുടെ ഈ 2 മാതൃകകളെ നമ്മൾ കണ്ടുകഴിഞ്ഞല്ലോ. ഇനി മുതലാണ് ശരിക്കുള്ള കളി തുടങ്ങുന്നത്. ചോസർ തന്റെ തൂലികയുടെ മുനയൊന്ന് കൂർപ്പിക്കുകയാണ്. എന്നിട്ട് സമൂഹത്തിലെ കാപട്യങ്ങളെയും അഴിമതികളെയും ഒന്നൊന്നായി വരച്ചു കാട്ടാൻ തുടങ്ങുന്നു. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെയാൾ പ്രിയോറസ് ആണ്. ഒരു കന്യാസ്ത്രീയാണ് കേട്ടോ. പക്ഷേ അവരുടെ ശ്രദ്ധ മുഴുവൻ ദൈവത്തിലായിരുന്നില്ല, മറിച്ച് തന്റെ പെരുമാറ്റം എത്രത്തോളം എലിഗന്റാണ്, ആളുകളുടെ മുന്നിൽ എങ്ങനെ നല്ല രീതിയിൽ പെരുമാറാം എന്നൊക്കെയായിരുന്നു പ്രധാന ചിന്ത. ഇതൊന്ന് കേട്ടുനോക്കൂ. ഒരു എലിക്കെണിയിൽ വീണാൽ ഇവർക്ക് വലിയ സങ്കടമാണ്, കരച്ചിൽ വരും. പക്ഷേ അതേസമയം തന്റെ വളർത്തുനായ്ക്കൾക്ക് കൊടുക്കുന്നതെന്താണെന്നോ? പൊരിച്ച ഇറച്ചിയും പാലും വില കൂടിയ റൊട്ടിയും. ഒന്നാലോചിച്ചു നോക്കൂ, നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനില്ലാത്ത കാലത്താണിത്. ഇതിൽ തന്നെ ഉണ്ടെല്ലാം. ഇതാണ് ചോസറിന്റെ ആക്ഷേപഹാസ്യത്തിന്റെ ഒരു പവർ. അടുത്ത ആള് ഒരു മങ്ക്, അതായത് ഒരു സന്യാസിയാണ്. സന്യാസിയാണെന്ന് പേരേ ഉള്ളൂ. പ്രാർത്ഥനയും പഠനവും ഒന്നും അദ്ദേഹത്തിന് വേണ്ട. പള്ളിയിലെ മണിയടിക്കുന്ന ശബ്ദത്തേക്കാൾ ഇഷ്ടം വേട്ടനായ്ക്കൾ കുരയ്ക്കുന്ന ശബ്ദം കേൾക്കാനാണ്. ചുരുക്കി പറഞ്ഞാൽ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ. ഇനിയാണ് ശരിക്കുള്ള താരം വരുന്നത്, ഫ്രയർ. ഇദ്ദേഹത്തിന്റെ അഴിമതി എന്ന് പറയുന്നത് അതൊരു കലയാണ്. തന്റെ മതപരമായ പദവിയെ പണമുണ്ടാക്കാനുള്ളൊരു ലൈസൻസായിട്ടാണ് കണ്ടത്. നോക്കൂ, സ്ത്രീകളെ വശീകരിക്കും, എന്നിട്ട് വേറെ ആൾക്കാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. പാവങ്ങളെയും രോഗികളെയും അടുപ്പിക്കുകയില്ല, പകരം പണക്കാരുമായി കൂട്ടുകൂടും. എന്തിനാണെന്നോ? കേസുകൾ ഒത്തുതീർപ്പാക്കാൻ, ഒരു ഫീസിന്. ഇതൊരു ചെറിയ സാമ്പിൾ മാത്രമാണ്. അപ്പോ ഈയൊരു താരതമ്യം നോക്കൂ. ഒരേ മതവിഭാഗത്തിൽപ്പെട്ട 2 പേർ, പാഴ്സനും ഫ്രയറും. ഒരാൾ ആദർശത്തിന്റെ പ്രതീകം, പാവങ്ങളെ സേവിച്ചു, ദാരിദ്ര്യത്തിൽ ജീവിച്ചു. മറ്റൊരാളോ ഭിക്ഷാടനം ഒരു ബിസിനസ്സാക്കി മാറ്റി സമ്പന്നരുടെ കൂടെ കൂടി. ഒരാൾ വിശ്വാസത്തിന്റെ ആൾരൂപം, മറ്റൊരാൾ വിശ്വാസത്തിന്റെ കച്ചവടക്കാരൻ. എന്തൊരു വ്യത്യാസമായല്ലേ? ഓക്കേ, അപ്പൊ നമ്മൾ മതത്തിന്റെ മേഖലയിലെ നല്ലതും ചീത്തയും കണ്ടു. ഇനി നമുക്ക് 14-ാം നൂറ്റാണ്ടിലെ മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലേക്ക് നോക്കാം. പുതിയൊരു പ്രൊഫഷണൽ ക്ലാസ് ഉയർന്നു വരികയാണ്. അതോടൊപ്പം പുതിയ ജോലികൾ, പുതിയ അവസരങ്ങൾ, പിന്നെ പുതിയ തട്ടിപ്പുകളും. നമുക്കവരെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഡോക്ടർ. വൈദ്യശാസ്ത്രം മാത്രമല്ല, ജ്യോതിഷവും അദ്ദേഹത്തിന്റെ ഒരു പ്രധാന വിഷയമാണ്. കൂടെ അടങ്ങാത്ത പണക്കൊതിയും. ഇതെല്ലാം കൂടെ ചേർന്നൊരു പ്രത്യേക തരം മിശ്രിതമാണ് ഈ ഡോക്ടർ. രോഗിയുടെ അസുഖം മാറുന്നതിനേക്കാൾ അദ്ദേഹത്തിന് താൽപ്പര്യം അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സ്വർണത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ചികിത്സാരീതികളൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. ജ്യോതിഷം, പിന്നെ 4 ഹ്യൂമേഴ്സ് എന്നൊരു തിയറി. അതായത് ശരീരത്തിലെ ദ്രാവകങ്ങളുടെ ബാലൻസ് നോക്കിയാണ് ചികിത്സ. മരുന്നുകടത്താരുമായിട്ട് ഒരു അവിശുദ്ധ കൂട്ടുകെട്ടൊക്കെയുണ്ട്. ബൈബിളൊന്നും അധികം വായിക്കാറില്ല. ഇന്നത്തെ കാലത്ത് നമുക്കിത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം, പക്ഷെ അന്ന് അതായിരുന്നു വൈദ്യശാസ്ത്രം. ചോസർ ഡോക്ടറെക്കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. അത് കേട്ടാ മതി ആളുടെ സ്വഭാവം മനസ്സിലാക്കാൻ. ഡോക്ടർക്ക് സ്വർണത്തിനോടൊരു പ്രത്യേക സ്നേഹമായിരുന്നു എന്ന്. പോരാത്തതിന് ബ്ലാക്ക് ഡെത്ത് എന്ന മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ വരുമാനം പോലും അദ്ദേഹം പിശുക്കി സൂക്ഷിച്ചു വെച്ചത്രേ. ഒന്ന് ഓർത്തു നോക്കൂ, ഒരു ദുരന്തത്തെ പോലും പണമുണ്ടാക്കാനുള്ള അവസരമായി കാണുന്ന ഒരാൾ. ഡോക്ടർ പോലെ വേറെയും ചിലരുണ്ട് ഈ വളർന്നുവരുന്ന മധ്യവർഗത്തിൽ. വ്യാപാരി, ലാഭത്തെക്കുറിച്ച് വലിയ വീമ്പ് പറച്ചിലാണ്, പക്ഷെ സത്യത്തിൽ ആള് കടത്തിലാണ്. പിന്നെ റീവ്, ഒരു എസ്റ്റേറ്റ് മാനേജർ, യജമാനൻ അറിയാതെ പണമുണ്ടാക്കുന്ന ഒരു തന്ത്രശാലി. പിന്നെ വൈഫ് ഓഫ് ബാത്ത്, 5 ഭർത്താക്കന്മാരെ അതിജീവിച്ച് സ്വന്തമായി തുണി നെയ്ത് ബിസിനസ് നടത്തുന്ന ലോകം മുഴുവൻ കണ്ടൊരു ധീരയായ സ്ത്രീ. ഇവരെല്ലാം സ്വന്തം ബുദ്ധിയും കൗശലവും ഉപയോഗിച്ച് സമൂഹത്തിലൊരു സ്ഥാനമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോ നമ്മൾ കുറേ കഥാപാത്രങ്ങളെ കണ്ടു, നല്ലവരെയും ചീത്തവരെയും, അങ്ങനെ പലരെയും. ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്താണ് നമ്മളോട് പറയുന്നത്? എന്തായിരുന്നു ചോസന്റെ യഥാർത്ഥ ഉദ്ദേശം? നമുക്ക് നോക്കാം. ഇതാണ് കാര്യം. ഇതൊരു വെറും കഥാപാത്രങ്ങളുടെ കൂട്ടമല്ല, മറിച്ച് 14-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് സമൂഹത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ്, ഒരു മിനിയേച്ചർ.
അതിൽ നല്ലവരുണ്ട്, ചീത്തവരുണ്ട്, വലിയ ആഗ്രഹങ്ങളുള്ളവരുണ്ട്. എല്ലാ തരം മനുഷ്യരെയും അവരുടെ നന്മകളോടും തിന്മകളോടും കൂടി ചോസർ നമുക്ക് മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. അതായത് ചോസർ ഈ കഥാപാത്രങ്ങളെ ഒരു കണ്ണാടിയായി ഉപയോഗിക്കുകയായിരുന്നു തന്റെ ചുറ്റുമുള്ള ലോകത്തെ, അവിടുത്തെ കാപട്യങ്ങളെ, മാറുന്ന സാഹചര്യങ്ങളെയൊക്കെ വിമർശിക്കാൻ. ചിലപ്പോൾ വളരെ സൗമ്യമായി, ചിലപ്പോൾ നല്ല മൂർച്ചയോടെ. അന്നത്തെ സമൂഹത്തിന്റെ നേർക്കുള്ള ഒരു സാമൂഹിക വിമർശനമായിരുന്നു അത്. അപ്പോ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്. അത് നിങ്ങളോടും ചോദിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇതേ ചോസർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആരൊക്കെയാവാം ഈ തീർത്ഥാടനത്തിലുണ്ടാവുക? ഒരു പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഒരു IT പ്രൊഫഷണൽ, അതോ ഒരു ഓൺലൈൻ ഗ്യാംബ്ലറോ? ആരൊക്കെയാവും ആ കൂട്ടത്തിൽ? നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ ഏത് മുഖമാവും അദ്ദേഹം ആ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരിക? ഒന്ന് ചിന്തിച്ചു നോക്കാവുന്ന കാര്യമാണല്ലേ? ഒരു സംസാരിക്കുന്ന പൂവൻകോഴി, ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം, പിന്നെ തന്ത്രശാലിയായ ഒരു കുറുക്കനും. അല്ല, ഇത് വെറുമൊരു കുട്ടിക്കഥയല്ല. ഇത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ തന്നെ അതികായനായ ജെഫ്രി ചോസറിന്റെ ഏറ്റവും മികച്ച സൃഷ്ടികളിലൊന്നായ ദ നൺസ് പ്രീസ്റ്റ്സ് ടെയിലാണ്. അപ്പോ ഇത്ര വിചിത്രമായ ഒരു കഥ എങ്ങനെ ഒരു മാസ്റ്റർ പീസായി? നമുക്ക് ഇതിന്റെ ഉള്ളറകളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം, അല്ലേ? വെറും കോഴികളെയും അവയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെയും കുറിച്ചുള്ള ഒരു കഥ, അതും 600 വർഷം പഴക്കമുള്ളത്. അതെങ്ങനെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലായി മാറി? ശരി, നമുക്ക് ഈ രഹസ്യമൊന്ന് ചുരുളഴിച്ചു നോക്കാം. കഥയുടെ ഏറ്റവും ഉള്ളിൽ, അതിന്റെ ഹൃദയഭാഗത്ത് വളരെ ലളിതമായ ഒരു ജന്തുകഥയാണുള്ളത്. അപ്പൊ നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. കഥയുടെ പശ്ചാത്തലം വളരെ സിമ്പിളാണ്. ഒരു പാവപ്പെട്ട വിധവയുടെ ചെറിയൊരു മുറ്റം. അവിടെയാണ് നമ്മുടെ ഹീറോ ഷോൺടുക്ലെയർ എന്ന ഗംഭീരൻ പൂവൻകോഴിയും അവന്റെ 7 ഭാര്യമാരും താമസിക്കുന്നത്. പക്ഷേ ഒരു രാത്രി അവൻ കണ്ടൊരു പേടി സ്വപ്നം അവിടുത്തെ സമാധാനം മുഴുവൻ തകർത്തു. അവിടെ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. ഇവിടെയാണ് കഥയുടെ യഥാർത്ഥ രസം. ഇതൊരു വലിയ ബൗദ്ധിക സംവാദമായി മാറുകയാണ്. ഒന്നോർത്തു നോക്കൂ, ഷോൺടുക്ലെയർ വിശ്വസിക്കുന്നത് തന്റെ സ്വപ്നം ഭാവിയിലേക്കുള്ളൊരു മുന്നറിയിപ്പാണെന്നാണ്. അതിനെ സാധൂകരിക്കാൻ പുള്ളി ഗ്രീക്ക് കഥകൾ വരെ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ പ്രിയപ്പെട്ട ഭാര്യ പേർട്ടലോട്ട് ഇതൊക്കെ കേട്ട് ചിരിക്കുകയാണ്. അവള് പറയുന്നു, ഇതൊക്കെ വെറും ദഹനക്കേടാണ്, കുറച്ച് മരുന്ന് കഴിച്ചാൽ മാറും. ഇത് വെറുമൊരു കോഴികളുടെ തർക്കമല്ല, ശരിക്കും പറഞ്ഞാൽ യുക്തിയും വിശ്വാസവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു മിനിറ്റ്, നമ്മൾ ഇതുവരെ കണ്ടത് കഥയ്ക്കുള്ളിലെ കഥയാണ്. ഇനി നമുക്ക് ഒരുപടി പിന്നോട്ട് വന്ന് ആരാണ് ഈ കഥ നമ്മളോട് പറയുന്നതെന്ന് നോക്കാം. അതെ, ഈ കോഴിക്കഥയ്ക്ക് പിന്നിലൊരു പുരോഹിതനാണ്, കന്യാസ്ത്രീയുടെ പുരോഹിതൻ. ഇപ്പോ കഥയുടെ ആദ്യത്തെ ലെയർ നമ്മൾ പൊളിച്ചു കഴിഞ്ഞു. ചോസറിന്റെ കാൻറ്റർബറി ടെയിൽസിൽ ഈ പുരോഹിതൻ അത്ര വലിയ ആളൊന്നുമല്ല, ഒരു സൈഡ് കഥാപാത്രം മാത്രം. അദ്ദേഹത്തെക്കുറിച്ച് അധികം വിവരങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരത്തെക്കുറിച്ചുള്ള വർണ്ണന കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആളൊരു സാധാരണ പുരോഹിതനല്ലെന്ന്. അദ്ദേഹത്തിന്റെ ഈ സാധാരണ സ്ഥാനവും അദ്ദേഹം പറയുന്ന ഈ അസാധാരണ കഥയും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ, അതാണ് ഏറ്റവും രസകരം. അപ്പോ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഈ കഥ വെറും ഒരു കോഴിയെ പറ്റിയുള്ളതല്ല. അത് പറയുന്ന ആ പുരോഹിതന്റെ ബുദ്ധിയും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചിന്തകളുമൊക്കെയാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. അതായത് കഥയിലൂടെ നമ്മൾ ആ കഥാപാത്രത്തെയാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. ശരി, ഇനി നമുക്ക് ഒന്നുകൂടി സൂം ഔട്ട് ചെയ്യാം. ഈ പുരോഹിതനും അദ്ദേഹത്തിന്റെ കഥയും എവിടെ നിന്നാണ് വരുന്നത്? അതെ, ചോസറിന്റെ വിഖ്യാതമായ കാൻറ്റർബറി കഥകൾ എന്ന വലിയൊരു ക്യാൻവാസിന്റെ ഭാഗമാണിത്. ഈ കാൻറ്റർബറി കഥകളുടെ ഒരു പശ്ചാത്തലം ഒരു തീർത്ഥാടന യാത്രയാണ്. ഒരുപാട് പേർ കാൻറ്റർബറിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. വഴിക്ക് ബോറടിക്കാതിരിക്കാൻ ഓരോരുത്തരായി ഓരോ കഥകൾ പറയുന്നു. അങ്ങനെയുള്ള ഒരുപാട് കഥകളിൽ ഒന്നു മാത്രമാണ് നമ്മുടെ പുരോഹിതന്റെ ഈ കഥ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. ഇവിടെ ഓരോ കഥയും വെറുമൊരു കഥയല്ല, മറിച്ച് അത് പറയുന്ന ആളുടെ ഒരു പ്രകടനമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ കഥയേക്കാൾ വലുത് കഥ പറയുന്ന ആളുടെ സ്വഭാവമാണ്. അവരുടെ ചിന്തകൾ, മുൻവിധികൾ, കഴിവുകൾ എല്ലാം ആ കഥയിലൂടെ നമുക്ക് മുന്നിൽ തെളിഞ്ഞുവരും. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും പുറമെയുള്ള പാളിയിലേക്ക് കടക്കാം. അതായത് ഇതെല്ലാം ഒരുക്കിയ ആ മഹാകവി ചോസർ എങ്ങനെയാണ് ഈ കഥയെ ഇത്ര മനോഹരമായി ഡിസൈൻ ചെയ്തതെന്ന് നോക്കാം. ഏറ്റവും അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഇതൊരു ജന്തുകഥയാണ്. മൃഗങ്ങൾ സംസാരിക്കുന്നു, മനുഷ്യരെ പോലെ ചിന്തിക്കുന്നു, അവസാനം നമുക്കൊരു ഗുണപാഠവും തരുന്നു. വളരെ ലളിതം അല്ലേ? പക്ഷേ
ചോസർ അവിടം കൊണ്ട് നിർത്തിയില്ല. അദ്ദേഹം മോക്ക് ഹീറോയിക് എന്നൊരു ശൈലി ഉപയോഗിച്ചു. അതായത് ഒരു കോഴിയുടെ ദുസ്വപ്നതയും ഒരു കുറുക്കൻ അതിനെ പിടിക്കുന്നതിനെയും ഒരു വലിയ യുദ്ധം പോലെ, ഒരു ഇതിഹാസം പോലെ വർണ്ണിക്കുക. ചെറിയ കാര്യങ്ങളെ വലുതാക്കി കാണിച്ച് തമാശയുണ്ടാക്കുന്ന ഒരു സൂപ്പർ ടെക്നിക്. ഇതിന്റെ ഒരു ഉദാഹരണം കേട്ടുനോക്കൂ. കുറുക്കൻ കോഴിയെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ കോഴിക്കൂട്ടിലെ കോഴികൾ കരഞ്ഞില്ലേ? ആ കരച്ചിലിനെ ചോസർ ഉപമിക്കുന്നത് നീറോ ചക്രവർത്തി റോം കത്തിച്ചപ്പോൾ അവിടുത്തെ പ്രഭുക്കന്മാരുടെ ഭാര്യമാരെ നിലവിളിച്ചതിനോടാണ്. എങ്ങനെയുണ്ടാ ഒരു ഭാവന? ഇതൊരൊന്നൊന്നര കോമഡിയാണ്. പിന്നെ കഥ പറയുന്നത് ഒരു പുരോഹിതനല്ലേ? അപ്പൊ പിന്നെ അതിലൊരു പ്രഭാഷണത്തിന്റെ സ്വഭാവം ഉണ്ടാവാതിരിക്കുമോ? തീർച്ചയായും. കഥയിലുടനീളം ഒരുപാട് ധാർമ്മിക ഉപദേശങ്ങളും പാഠങ്ങളും അദ്ദേഹം തിരികെ കയറ്റുന്നുണ്ട്. അപ്പോ ഇതാണ് ചോസറിന്റെ ആ ഒരു മാജിക് റെസിപ്പി. അദ്ദേഹം ലളിതമായൊരു ജന്തുകഥയെടുത്തു, അതിനെ ഒരു ഇതിഹാസകാവ്യത്തിന്റെ ഗൗരവത്തോടെ അവതരിപ്പിച്ചു, അതിനൊരു പ്രഭാഷണത്തിന്റെ രൂപം നൽകി, അവസാനം മനുഷ്യന്റെ ബലഹീനതകളെ കളിയാക്കുന്ന ഒരു കണ്ണാടിയാക്കി മാറ്റി. ഈ പലതരം പാളികളാണ് ഈ കഥയെ ഇത്ര മഹത്തരമാക്കുന്നത്. ശരി, ഇത്രയൊക്കെ കൊള്ളാം. പക്ഷേ 600 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ എന്തിനാണിപ്പോഴും ഈ കോഴിക്കഥയെക്കുറിച്ച് സംസാരിക്കുന്നത്? കാരണം വളരെ ലളിതമാണ്. ഈ കഥ പറയുന്ന വിഷയങ്ങൾക്ക് കാലമില്ല എന്നതാണ് സത്യം. കഥയുടെ ക്ലൈമാക്സില് ബുദ്ധിയുടെ ഒരു ഗംഭീരൻ കളിയാണ് നമ്മൾ കാണുന്നത്. മുഖസ്തുതി കേട്ടു വീണുപോയ ഷോൺടെക്ലെയർ അതേ തന്ത്രം തിരിച്ചുപയോഗിക്കുന്നു. കുറുക്കന്റെ അഹങ്കാരത്തെ മുതലെടുത്ത് അവനെക്കൊണ്ട് സംസാരിപ്പിച്ച് രക്ഷപ്പെടുന്നു. ബുദ്ധി ഇരുവശത്തും മൂർച്ചയുള്ള ഒരു വാളാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈ കഥ നൽകുന്ന പാഠങ്ങൾ ഒന്നോർത്തു നോക്കൂ. മുഖസ്തുതിയുടെ അപകടങ്ങൾ, എവിടെ മിണ്ടണം എവിടെ മിണ്ടാതിരിക്കണം എന്ന തിരിച്ചറിവ്, യുക്തിയും നമ്മുടെ ഉള്ളിലെ തോന്നലും തമ്മിലുള്ള പോരാട്ടം, പിന്നെ സ്ത്രീപുരുഷ ബന്ധങ്ങളിലെ സങ്കീർണതകൾ. ഇതൊന്നും 600 വർഷം മുൻപ് മാത്രമുണ്ടായിരുന്ന കാര്യങ്ങളല്ലല്ലോ. ഇതെല്ലാം ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര പ്രസക്തമാണ്. അതുതന്നെയാണ് ഈ കഥയെ കാലാതീതമാക്കുന്നതും. കഥയുടെ അവസാനം പുരോഹിതൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഫലമെടുക്കുക, പതിരുപേക്ഷിക്കുക എന്ന്. അതായത് ഈ കഥയിലെ തമാശകൾക്കും കോഴികൾക്കുമപ്പുറം അതിന്റെ ഉള്ളിലുള്ള സന്ദേശം, ആ ഫലം നമ്മൾ ഉൾക്കൊള്ളണം. കഥയുടെ പുറംചട്ടയ്ക്കപ്പുറം അതിന്റെ കാതൽ കണ്ടെത്താനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷേ ഇതിനുള്ള ഉത്തരം ഇതായിരിക്കാം. വളരെ ലളിതമായ ഒരു പശ്ചാത്തലത്തിൽ മനുഷ്യന്റെ അനുഭവങ്ങളുടെയും വികാരങ്ങളുടെയും സങ്കീർണമായ പാളികളെ അവതരിപ്പിക്കാനുള്ള കഴിവ്. ഒരു കോഴിക്കഥയിലൂടെ മനുഷ്യന്റെ അഹങ്കാരത്തെയും ഭയത്തെയും ബുദ്ധിയെയും സ്നേഹത്തെയും കുറിച്ച് ഇത്രയും ആഴത്തിൽ പറയാൻ കഴിയുമെങ്കിൽ അതാണ് ഒരുപക്ഷെ യഥാർത്ഥ സാഹിത്യപ്രതിഭ എന്ന് പറയുന്നത്. ജെഫ്രി ചോസറിന്റെ കാന്റർബറി ടെയിൽസ് കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിലെ ഒരു കഥയുണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മൃഗങ്ങളെക്കുറിച്ചുള്ള ഒരു കൊച്ചു കഥയാണെന്ന് തോന്നും. പക്ഷേ അതിന്റെ ഉള്ളിലേക്ക് നിറങ്ങിച്ചെന്നാൽ നൂറ്റാണ്ടുകളായ പണ്ഡിതന്മാരെ പോലും കുഴക്കിയ വലിയ തത്വചിന്തകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കാണാം. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഒരു കോഴിക്കൂട്ടിൽ നടക്കുന്ന സംഭവത്തിന് എങ്ങനെയാണ് ഇച്ഛാസ്വാതന്ത്ര്യം, വിധി ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളുമായി ഒരു ബന്ധം വരുന്നത്? അല്ലേ? നമുക്കൊരുമിച്ച് ഇതിന്റെ ഉത്തരം തേടി പോകാം. ഓക്കേ, അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. ആദ്യം ഒന്ന് നോക്കുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഇതാണ് നമ്മുടെ ഹീറോ ഷാൻഡിക്ലിയർ. അവന്റെ കോഴിക്കൂട്ടത്തിലെ രാജാവാണ് കേട്ടോ. ഭയങ്കര അഭിമാനിയാണ്. പക്ഷേ ഒരു ദിവസം രാത്രി കണ്ട ഒരു പേടി സ്വപ്നം അവന്റെ സകല സമാധാനവും കളഞ്ഞു. ഒരു കുറുക്കന്റെ സ്വപ്നം. ഷാൻഡിക്ലിയർ മാത്രമല്ല, വേറെ 2 പ്രധാന കഥാപാത്രങ്ങൾ കൂടിയുണ്ട്. ഒന്ന് അവന്റെ പ്രിയപ്പെട്ട പിടക്കോഴി പേർട്ടലോട്ട്. അവൾക്ക് ഈ സ്വപ്നത്തിലൊന്നും ഒരു വിശ്വാസവുമില്ല. പിന്നെ വരുന്നത് നമ്മുടെ വില്ലനാണ്. മുഖസ്തുതി പറഞ്ഞ ആരെയും വീഴ്ത്തുന്ന ഭയങ്കര തന്ത്രശാലിയായ ഒരു കുറുക്കൻ. അപ്പോ കഥയുടെ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെയാണ്. കുറുക്കൻ വരുന്നു, ഷാൻഡിക്ലിയറിനെ മുഖസ്തുതി പറഞ്ഞ് മയക്കുന്നു, കണ്ണടച്ച് പാടാൻ പറഞ്ഞ് കബളിപ്പിക്കുന്നു. അടുത്ത നിമിഷം കുറുക്കൻ കോഴിയം കൊണ്ട് കാട്ടിലേക്ക് ഒരൊറ്റ ഓട്ടമാണ്. പക്ഷെ നമ്മുടെ ഹീറോ അത്ര മോശമൊന്നുമല്ല. അവൻ ബുദ്ധി ഉപയോഗിച്ച് കുറുക്കനെ പറ്റിച്ച് അവിടുന്ന് രക്ഷപ്പെടുന്നു. സിമ്പിളല്ലേ? അപ്പോ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠം വളരെ ക്ലിയറാണ്. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതായത്, എപ്പോഴാണോ നമ്മൾ കണ്ണ് തുറന്ന് ജാഗ്രതയോടെ ഇരിക്കേണ്ടത്, ആ സമയത്ത് കണ്ണടച്ചാൽ പണി കിട്ടും. അത്രയുള്ളൂ. ഇതുവരെ നമ്മൾ കണ്ടത് കഥയുടെ പുറംചട്ട മാത്രമാണ്. ശരി, ഇനി നമുക്കിതിന്റെ ഉള്ളിലേക്ക് നിറങ്ങിച്ചെല്ലാം. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകാൻ പോകുന്നത്. ഒന്നാലോചിച്ചു നോക്കിയേ, കോഴികൾ തമ്മിൽ സംസാരിക്കുന്നു. അതും വെറും സംസാരമല്ല, പണ്ടത്തെ വലിയ ഫിലോസഫർമാരെ പറ്റിയൊക്കെ തർക്കിക്കുന്നു. എന്താണിവിടെ ശരിക്കും നടക്കുന്നത്? ഇതിനെയാണ് മോക്ക് ഹീറോയിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത്
ചോസറിന്റെ ഒരു പ്രത്യേക തന്ത്രമാണിത്. ഒരു കോഴിക്കൂട്ടിലെ ചെറിയൊരു വഴക്കിനെ വലിയൊരു യുദ്ധം പോലെ ഗൗരവത്തോടെ വർണ്ണിക്കുക. വലിയ കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ എടുത്ത് നിസ്സാര കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു കോമഡി ഉണ്ടാവല്ലോ, അത് തന്നെ. സ്വന്തം സ്വപ്നം സത്യമാണെന്ന് വരുത്തി തീർക്കാൻ നമ്മുടെ കോഴി ആരെയൊക്കെയാണ് ഉദ്ധരിക്കുന്നതെന്ന് നോക്കിക്കേ. സിസറോ, ബോയേഥിയസ്, ബൈബിളിലെ ഡാനിയലും ജോസഫും വരെ. ലിസ്റ്റ് അങ്ങനെ അങ്ങ് നീണ്ടുപോവുകയാണ്. അപ്പൊ ഈ വലിയ തത്വചിന്താ ചർച്ചയൊക്കെ നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ കൊട്ടാരത്തിലൊന്നുമല്ല, വെറുമൊരു കോഴിക്കൂട്ടിൽ. കോഴികൾ തമ്മിലാണ് ഈ സംവാദം. ഈ ഒരു കോൺട്രാസ്റ്റ് ഇല്ലേ, അത് തന്നെയാണ് ഈ കഥയുടെ ഒരു ഭംഗി. അപ്പൊ ഇവിടെയാണ് ശരിക്കുള്ള ചോദ്യം വരുന്നത്. ഷാന്റക്ലിയറിന് ആ സ്വപ്നം വിശ്വസിക്കാതിരിക്കാൻ പറ്റുമായിരുന്നോ, അതോ കുറുക്കന്റെ വായിൽ വീഴുക എന്നത് അവന്റെ വിധിയായിരുന്നോ? ഇതായിരുന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തർക്കവിഷയം, ഇച്ഛാസ്വാതന്ത്ര്യവും വിധിയും. ചോസർ എന്തു ചെയ്തെന്നോ, അദ്ദേഹം ആ വലിയ ചോദ്യങ്ങളെടുത്ത് കോഴികളുടെ വായിൽ വെച്ചുകൊടുത്തു. ഇത്രയും സങ്കീർണമായ വിഷയങ്ങളൊക്കെ ചോസർ എങ്ങനെയാണ് ഒരു കഥയിലേക്ക് ഇത്ര ഭംഗിയായി കൊണ്ടുവന്നത്? അദ്ദേഹത്തിന്റെ ചില സൂത്രപ്പണികൾ നമുക്ക് നോക്കാം. ചോസറിന്റെ എഴുത്തിന്റെ ഒരു പവർ കണ്ടോ? ഒരേ കഥയിൽ തന്നെ 2 വ്യത്യസ്ത ശൈലികൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് നോക്കൂ. ഒരു വശത്ത് ഷാന്റക്ലിയറിന്റെ ജീവിതം വർണ്ണിക്കാൻ വളരെ ഗൗരവമുള്ള കാവ്യാത്മകമായ ഭാഷ, മറുവശത്തോ കുറുക്കനെ ഓടിക്കുന്ന ആ സീൻ പറയുമ്പോ വളരെ റിയലിസ്റ്റിക്, ഫാസ്റ്റായിട്ടുള്ള ഭാഷ. എന്തൊരു വൈവിധ്യമാണല്ലേ! ചോസറിനെ മനസ്സിലാക്കാൻ ഐറണി അഥവാ വിരോധാഭാസം എന്ന ആശയം അറിയണം. അദ്ദേഹം വാക്കുകൾ കൊണ്ട് നമ്മളോടൊരു കളി കളിക്കുകയാണ്. അദ്ദേഹം എഴുതുന്നതിനു പിന്നിൽ എപ്പോഴും വേറൊരു അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ടാവും. അത് കണ്ടുപിടിക്കുന്നതിലാണ് രസം. ഇതൊരു കിടിലൻ ഉദാഹരണമാണ്. കഥാനായകൻ പറയുകയാണ് ഈ കഥ ലാൻസ്ലോട്ട് ഡിലേക്ക് എന്ന പുസ്തകം പോലെ സത്യസന്ധമാണെന്ന്. ഈ ലാൻസ്ലോട്ടിന്റെ കഥ ഒരു സാങ്കല്പിക പ്രണയകഥയാണെന്ന് അന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ തന്റെ കോഴിക്കഥയും അത്രത്തോളം സത്യമാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ശരിക്കും എന്താ ചെയ്യുന്നത്? സ്വന്തം കഥയെ തന്നെ തമാശയാക്കുകയാണ്. ഇവിടെയാണ് ചോസർ നമ്മളെ വീണ്ടും ഞെട്ടിക്കുന്നത്. അദ്ദേഹം വെറുമൊരു മൃഗകഥയല്ല പറയുന്നത്. കോഴിക്കൂട്ടിലെ ബഹളത്തെ അന്ന് ഇംഗ്ലണ്ടിൽ നടന്ന ഒരു വലിയ കർഷക കലാപത്തിന്റെ ശബ്ദത്തോടാണ് അദ്ദേഹം താരതമ്യം ചെയ്യുന്നത്. അതായത് ഈ ചെറിയ കഥയെ യഥാർത്ഥ ചരിത്രവുമായി അദ്ദേഹം കൂട്ടിയിണക്കിയാണ്. ഇങ്ങനെയൊക്കെ കഥ എഴുതുന്ന ഒരാളെ പിന്നെ എങ്ങനെ ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് എന്ന് വിളിക്കാതിരിക്കും, അല്ലേ? അദ്ദേഹത്തിന്റെ സ്ഥാനം സാഹിത്യത്തിൽ ഉറച്ചതെങ്ങനെയാണെന്ന് നോക്കാം. ചോസറിന്റെ പ്രശസ്തിയുടെ കാര്യം ഒരു റോളർ കോസ്റ്റർ യാത്ര പോലെയായിരുന്നു. തുടക്കത്തിൽ എല്ലാവരും അദ്ദേഹത്തെ പുകഴ്ത്തി അദ്ദേഹത്തെപ്പോലെ എഴുതാൻ ശ്രമിച്ചു. പക്ഷേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷ ആളുകൾക്ക് മനസ്സിലാവാതെയായി. പലരും അദ്ദേഹത്തെ മറന്നു. പിന്നെയാണ് ജോൺ ഡ്രൈഡനെ പോലുള്ളവർ വന്ന് അദ്ദേഹത്തിന്റെ മഹത്വം വീണ്ടും ലോകത്തോട് പറയുന്നത്. അതിനുശേഷം വന്ന പുതിയ പഠനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പ്രതിഭയെ വീണ്ടും അംഗീകരിച്ചു. ജോൺ ഡ്രൈഡൻ പറഞ്ഞ ഈ ഒരൊറ്റ വാചകം മതി ചോസന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ. അദ്ദേഹം ഇംഗ്ലീഷ് കവിതയുടെ പിതാവാണ്. ആ വിശേഷണം ഇന്നും മാറ്റമില്ലാതെ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്നറിയാമോ? അദ്ദേഹം ഇംഗ്ലീഷ് കവിതയുടെ താളം തന്നെ മാറ്റി. അതിനു മുൻപുള്ള കവിതകളിൽ ഒരേപോലത്തെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നൊരു രീതിയായിരുന്നു. എന്നാൽ ചോസർ വരികളിലെ അക്ഷരങ്ങളുടെ എണ്ണം കൃത്യമാക്കിക്കൊണ്ട് ഒരു പുതിയ ശൈലി കൊണ്ടുവന്നു. ഹീറോയിക് കപ്ലെറ്റ് എന്നൊക്കെ പറയുന്ന ആ ശൈലി നൂറ്റാണ്ടുകളോളം ഇംഗ്ലീഷ് കവിതയെ സ്വാധീനിച്ചു. അപ്പോ കന്യാസ്ത്രീയുടെ പുരോഹിതന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വെറുതെ പുറമേ മാത്രം നോക്കി ഒന്നിനെയും വിലയിരുത്തരുത്. അടുത്ത തവണ നിങ്ങളിങ്ങനെ ഒരു സിമ്പിൾ കഥ കേൾക്കുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക. ഒരുപക്ഷെ അതിനുള്ളിൽ വലിയ തത്വചിന്തകളും ചരിത്രവും കലയും ഒളിഞ്ഞിരിപ്പുണ്ടാവാം. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അല്ലേ?